ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തെലങ്കാനയിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി തീമാറ്റിക് പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്ന മുന്നറിയിപ്പ്. തെക്കൻ ജില്ലകളിൽ കടലാക്രമണം രൂക്ഷം. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ചെന്നൈയുമായും ലക്നൌ കൊൽക്കത്തയുമായും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 5 ദിവസത്തെ പര്യടനത്തിനായി ഹിമാചൽ പ്രദേശിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കുഫ്രിയിലെ കാച്ച്മെന്റ് ഏരിയ സന്ദർശിക്കും. ഇന്നലെ ഷിംലയിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ശിവ് പ്രതാപ് ശുക്ലയും മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവും ചേർന്ന് സ്വീകരിച്ചു. നാളെ ധരംശാല കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. മറ്റന്നാൾ ഷിംലയിലെ ചരിത്രപ്രസിദ്ധമായ ഗെയ്റ്റി തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിലും ദാമൻ ദിയുവിലുമാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും. പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തിരക്കിട്ട പ്രചാരണത്തിലാണ്. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി പ്രചാരണത്തിനായി ഇന്ന് ഉത്തർപ്രദേശിൽ എത്തും. ഇറ്റാവ, ദോഹ്റ മണ്ഡലങ്ങളിലെ റാലികളെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം അയോധ്യ ജില്ലയിലെ റോഡ് ഷോയിലും പങ്കെടുക്കും. മുതിർന്ന BJP നേതാവും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായ പുഷ്പർ സിംഗ് ധാമിയും ഇന്ന് ബദായൂൺ ജില്ലയിൽ പ്രചാരണത്തിനിറങ്ങും. കൌഷംബി മണ്ഡലത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അവിനാശ് പാണ്ഡെ റാലിയിൽ പങ്കെടുക്കും. മധ്യപ്രദേശിലെ 9 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് വൈകിട്ട് 6-ന് അവസാനിക്കും. ഛത്തീസ്ഗഡിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് വൈകിട്ട് 5-ന് അവസാനിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ്. നാലാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തെലങ്കാനയിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീമാറ്റിക് പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. സെക്കന്ദരാബാദ്, ഹൈദരാബാദ് നഗരങ്ങളിലായി 180 തീമാറ്റിക് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാരുടെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് തീമാറ്റിക് പോളിംഗ് സ്റ്റേഷനുകളുടെ ലക്ഷ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദ് മണ്ഡലത്തിൽ 39.49%, സെക്കന്ദരാബാദ് മണ്ഡലത്തിൽ 44.99% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. നാളെ ബർഹാംപൂർ, നബരംപൂർ പാർലമെന്റ് മണ്ഡലങ്ങളിലെ റാലികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഒഡീഷയിൽ ഈ മാസം 13 മുതൽ 4 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. നാലാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ NDAയുടെ പ്രചാരണത്തിൽ മുതിർന്ന BJP നേതാക്കളായ അമിത് ഷാ, രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുക്കും. ശ്രീ സത്യസായി ജില്ലയിലെ ധർമ്മവാരം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിക്കു വേണ്ടി ശ്രീ അമിത് ഷാ പ്രചാരണം നടത്തും. YSR ജില്ലയിലും കുർണൂൽ ജില്ലയിലും പ്രചാരണ പരിപാടിയിൽ ശ്രീ രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ഈ മാസം 13-നാണ് വോട്ടെടുപ്പ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ 3 സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പാർട്ടിയുടെ 1 സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 71 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. നാളെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഡൽഹിയിലെ 7 സീറ്റുകളിലേക്ക് ഈ മാസം 25-ന് 6ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഒഡീഷയിലെ പുരി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ജയ് നാരായൺ പട്നായിക്കിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന സുചരിത മൊഹന്തി ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടി ഫണ്ട് നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ വിദേശ വിദ്വേഷം വെച്ചു പുലർത്തുന്നുവെന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടേത് തുറന്ന സമീപനമാണെന്നും വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നുള്ളവരെ ഇന്ത്യ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ്ഘടന തകരുകയാണെന്ന ബൈഡന്റെ പ്രസ്താവനയോടും കേന്ദ്ര വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് നിലവിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വ്യോമസേനാ വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 6 പ്രദേശവാസികളെ ചോദ്യം ചെയ്തു. ഇവർ ആക്രമണത്തിന് ഭീകരരെ സഹായിച്ചതായി കരുതപ്പെടുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചത്. 5 സൈനികർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ വ്യോമമാർഗം ഉധംപൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കീടനാശിനികൾ ഉപയോഗിക്കുന്നതിന് ലോകത്തിലെ ഏറ്റവും കർശനമായ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര സർക്കാർ. അപകട സാധ്യത വിലയിരുത്തിയതിനെ അടിസ്ഥാനമാക്കി കീടനാശിനികളുടെ MRL വ്യത്യസ്തമായി നിശ്ചയിച്ചിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഔഷധ സസ്യങ്ങളിലും സുഗന്ധവ്യഞ്ജനങ്ങളിലും 10 മടങ്ങ് കീടനാശിനി അവശിഷ്ടങ്ങൾ അനുവദിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് FSSAI ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. കേന്ദ്ര കീടനാശിനി ബോർഡും രജിസ്ട്രേഷൻ കമ്മിറ്റിയും രജിസ്റ്റർ ചെയ്ത മൊത്തം കീടനാശിനികളുടെ എണ്ണം 295-ലധികമാണ്. ഇതിൽ 139 കീടനാശിനികൾ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്ക്. കൊൽക്കത്തയിൽ നടന്ന ഫൈനലിൽ മോഹൻ ബഗാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മുംബൈ വിജയകിരീടം ചൂടിയത്. മുംബൈ സിറ്റിയുടെ 2ാം ISL കിരീടമാണ് ഇത്. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും. ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 3:30-നാണ് മത്സരം. ലക്നൌ സൂപ്പർ ജയന്റ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള 2ാം മത്സരം രാത്രി 7:30-ന് ലക്നൌവിൽ നടക്കും. ചൈനയുമായി കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ബന്ധത്തിനാണ് ഊന്നൽ നൽകുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിന്റെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പരാമർശം. 5 ദിവസത്തെ യൂറോപ്പ് സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷിക ആഘോഷങ്ങളിൽ ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കും. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, സിക്കിം, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇതേ കാലാവസ്ഥ തുടരും. അതേസമയം വടക്ക് കിഴക്ക് മധ്യ ഇന്ത്യയിൽ അടുത്ത 5 ദിവസം പകൽ താപനില സാധാരണയിലും 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും കൊല്ലത്തും കടലാക്രമണം രൂക്ഷം. അഞ്ചുതെങ്ങിലും പൂന്തുറയിലുമാണ് കടലാക്രമണം രൂക്ഷമായത്. കടലാക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് താമസക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനായുള്ള ദേശീയ പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ് പരീക്ഷ. ഇത്തവണ 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ 557 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലുമായിട്ടാണ് പരീക്ഷ നടക്കുക. 4ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ ബർധമാൻ ദുർഗാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറെ പോരാട്ടമാണ് നടക്കുന്നത്. BJPയുടെ സിറ്റിംഗ് MPയായ SS അലുവാലിയ അസൻസോൾ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനാൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷാണ് ഇത്തവണ BJPയ്ക്ക് വേണ്ടി ബർധമാൻ ദുർഗാപൂർ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. മുൻ ക്രിക്കറ്റ് താരം കീർത്തി ആസാദാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുകൃതി ഘോഷാലിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 8 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 18 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ബർധമാൻ ദുർഗാപൂർ മണ്ഡലത്തിൽ ഈ മാസം 13-നാണ് വോട്ടെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തെലങ്കാനയിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി തീമാറ്റിക് പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്ന മുന്നറിയിപ്പ്.
തെക്കൻ ജില്ലകളിൽ കടലാക്രമണം രൂക്ഷം. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ചെന്നൈയുമായും ലക്നൌ കൊൽക്കത്തയുമായും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.